പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള താജ് ഹോട്ടൽസിൻ്റെ ഏറ്റവും പുതിയ പ്രോപ്പർട്ടിയിലാണ്. ഇവിടെ ഈ തിരുവോണ ദിവസം ഞങ്ങളെയും കാത്തൊരു അതിഥി ഇരിപ്പുണ്ട്. അതിഥി ആരാണെന്ന് പറയില്ല, സസ്പെൻസാണ്. നമുക്ക് അതിഥിയിലേക്ക് പോവാം. നമസ്തേ. ജനം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ചലച്ചിത്ര പ്രേമികൾ മൂളി നടക്കുന്ന ഒരു പാട്ട്. ആ പാട്ട് പാടുമ്പോൾ ഓർമ്മയിൽ ഓടിയെത്തുന്ന രണ്ട് മുഖങ്ങളുണ്ട്. അതിൽ ഒരു മുഖമാണ് ഇന്ന് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. ഒരു ക്ലൂ കൂടി തരാം. ഉർവശി ഉർവശി ടേക്ക് ഇറ്റ് ഈസി ഉർവശി. ഇപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് വ്യക്തമായല്ലോ ആരാണ് ഇന്ന് ജനം ടി വിയുടെ അതിഥിയായി ഈ സുദിനത്തിൽ എത്തിയിരിക്കുന്നതെന്ന്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാനടി ഉർവശ്രീ ഉർവശി. ഉർവശി മേഡത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ നല്ല വാക്കാ പറഞ്ഞത്, സുന്ദരി നീയും. ഒരു സുന്ദരനും ഒരു സുന്ദരി. അതെ, കണ്ടപ്പം എനിക്ക് തോന്നി ഒരു നല്ലൊരു സംഗീത കച്ചേരിയോ അങ്ങനെയുള്ള ചില സംഭവങ്ങളും ഒരു സുന്ദരിയുടെ ഡാൻസും അങ്ങനെയൊക്കെ ആവാൻ തോന്നി. നല്ല ഗെറ്റപ്പ്. അനിലിനെ ഇങ്ങനെ കാണാനാ നല്ലത്. ആണല്ലേ? ഈ ഓണമൊക്കെ വരുമ്പോഴേ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അങ്ങനെയല്ലേ പറ്റുള്ളൂ നമുക്ക്. വല്ലപ്പോഴും ആഘോഷങ്ങൾക്ക് അങ്ങനെ. അതെ അതെ, അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴല്ലേ ഈ വേഷത്തിലൊക്കെ കയറാൻ പറ്റുള്ളൂ. ശരി, എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. സൂപ്പറായിരിക്കുന്നു. ഞാൻ ഇതിടാൻ കാരണം എന്ന് വെച്ചാൽ കാരണം ഇതിനൊരു തമിഴ് ടച്ച് കൂടി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. തമിഴല്ല, നോർത്ത് ഇന്ത്യൻ ടച്ചൊക്കെ ഉണ്ട്. അല്ല, പക്ഷേ ഈ ഇത് കണ്ടില്ലേ, അത് സർവാണിയാന്നോ പിന്നെ ഇതുവാന്നോ ഒരു പുതിയ നല്ല രസമുള്ള. സർവാണിക്ക് നല്ല ഇറക്കമുണ്ട്, ഇച്ചിരി ഇറക്കം കുറവാണ്. അപ്പം മുണ്ടിൻ്റെ കൂടെ നന്നായിരിക്കും. നല്ലതാ. ഇപ്പോൾ കുഴപ്പമില്ല. നല്ല സൂപ്പറാ. ഓക്കെ. അപ്പോൾ നമുക്ക് ഓണം ഓർമ്മകളിൽ നിന്ന് തുടങ്ങാം അല്ലേ? തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു കുറേ കാലം, പിന്നെ ചെന്നൈയിലോട്ട് പോയി. എവിടെയായിരുന്നു ഗംഭീരമായി അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിച്ചത്? അതെപ്പോഴും ബാല്യത്തിലെ ഓണത്തിൻ്റെ അത്രയും നിഷ്കളങ്കമായ ഒരു സന്തോഷം നമുക്ക് പിന്നെ പിന്നെ കിട്ടത്തില്ലല്ലോ. ഓണക്കോടി ഇപ്പോൾ ആർട്ടിസ്റ്റ് ആയതിനു ശേഷം നമ്മൾ എന്നും എത്ര ഡ്രസ്സാണ് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ സിനിമയിൽ. അപ്പോൾ അതിനോടുള്ള ആകർഷണം കുറഞ്ഞു. ഇതിപ്പോൾ ഓണക്കോടി എന്ന് പറയുമ്പോൾ രണ്ട് ചേച്ചിമാരാ. അവരിട്ട ഡ്രസ്സൊക്കെ അവർ വളരും തോറും ഞാനാ ഇടേണ്ടേ. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടുന്ന ഓണത്തിനും വിഷുവിനും ഒക്കെ അല്ലേ പുതിയ ഡ്രസ്സ് പ്രധാനമായിട്ടും കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഓണക്കോടി ഏത് നിറവായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോകണം. ഇത് കൊണ്ടത് കാണിക്കണമല്ലോ സ്കൂളിൽ ഓണക്കോടി. ഓണം കഴിഞ്ഞ് പോകുമ്പോൾ ആദ്യത്തെ ദിവസം അതിട്ടുണ്ടാ പോകുന്നത്. അന്നെങ്ങനെയാ പാവാടിയും ബ്ലൗസും? ചുരിദാറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? അയ്യോ ഇല്ല, അതൊന്നുമില്ല. അന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ലുങ്കിയും ബ്ലൗസും എന്നും പറഞ്ഞൊരു ഈ മാലിയിലും ശ്രീലങ്കയിലും ഒക്കെ ഇടും പടവും ഒക്കെ ഉള്ളൊരു തരം പ്രത്യേക പാവാട പോലെ, എന്നാൽ ഷേപ്പില്ല, ലുങ്കി പോലെ ഇരിക്കും. അത് ലുങ്കി ഷർട്ടൊന്നും അതിൻ്റെ പേര്. കോളറുള്ളതും കാണും. അപ്പം ഒരു ഓണത്തിന് എനിക്ക് അതാ വാങ്ങിച്ചത്. ഞങ്ങൾക്ക് 3 പേർക്കും. അപ്പം ഇത് വേറെ ആരും ഇട്ടിട്ടില്ല അവിടെ. എൻ്റെ അമ്മ നല്ല മോഡേണാണ്. അമ്മയുടെ ചെറുപ്പത്തിലൊന്നും നല്ല മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ആളാണ് അമ്മ. അപ്പോൾ അമ്മ അത് ഏറ്റവും നല്ല മോഡേണായിട്ടുള്ള വാങ്ങിച്ചു തരും. ഇങ്ങനെ പറക്കുന്ന ഫ്രോക്ക്, അതൊക്കെ. ആ ഓണങ്ങളൊക്കെയാണ് സന്തോഷം. ഓണപ്പാട്ട് ഒക്കെ ആസ്വദിക്കാറുണ്ടോ? ഒരുപാട് ഓണപ്പാട്ട്. ഓണപ്പൂവേ ആ പാട്ട് ഇഷ്ടമാണ്. തിരുവോണ പുലരിതൻ അതിഷ്ടമാണ്. അങ്ങനെ കുറേ പാട്ടുകളുണ്ട് ഓണത്തിന്. പാടാറുണ്ടോ? പാടാൻ ഇപ്പം ഇതിൽ എനിക്ക് പാടാമല്ലോ. എൻ്റെ പാട്ട് കൊള്ളാമെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ബാത്റൂമിലും എൻ്റെ വീട്ടിലും ഞാൻ ഇഷ്ടം പോലെ പാടാറുണ്ട്. 2 കൽപ്പിച്ച് പാടും ഞാൻ.
അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ ആസ്വാദകൻ ശിവൻചേട്ടനായിരിക്കും. ശിവൻചേട്ടനായിരിക്കും. ആസ്വദിക്കുന്നോ ഇല്ല, പക്ഷെ എന്നാലും ഞാൻ പാടും. ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? ഓലൻ. ഓലനാണ് നമ്പർ 1. നമ്പർ 1 എനിക്ക് ഓലനാണ് ഏറ്റവും ഇഷ്ടം. ഒരു അമ്മ ഒരു കഥ പറഞ്ഞു തരും, ഒരു കണ്ടംപൂച്ചയുടെയും കുറുക്കൻ്റെയും. കുഞ്ഞിലെ എന്തിനാന്ന് വെച്ചാൽ എല്ലാ വിഭവങ്ങളുടെയും പേരറിയാൻ. ഒരു കണ്ടംപൂച്ച എന്നും അപ്പുറത്തുള്ള കല്യാണ മണ്ഡപത്തിൽ പോയി ചോറുണ്ണാൻ പോകും. എന്നിട്ട് ദിവസവും പോയി വയറ് നിറച്ച് കഴിക്കുമ്പോൾ കുറുക്കൻ ചോദിച്ചു, എനിക്ക് വിശക്കുന്ന്, എന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്ന് പറയും. കൊണ്ടുപോവാം, പക്ഷെ നീ സന്തോഷം വരുമ്പോൾ അവിടെ കൂവരുത്. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഇലയിട്ടു, തൂശനില വിളമ്പി, ഇഞ്ചിക്കറി, ഉപ്പ് വിളമ്പി, പിന്നെ ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങാക്കറി, പിന്നെ കാളൻ, ഓലൻ, എരിശ്ശേരി, പുളിശ്ശേരി, അവിയൽ, തോരൻ, മെഴുക്ക് വരട്ടി, തീയൽ, പിന്നെ പരിപ്പ്, പപ്പടം, നെയ്യ്, സാമ്പാർ. ഈ വിഭവമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഭയങ്കര കൊതിയാണ് നമുക്ക് കേൾക്കാൻ. അമ്മ കണ്ടംപൂച്ചയുടെ കഥ പറയാമ്മ എന്നും പറഞ്ഞിരിക്കും ഞങ്ങൾ. എൻ്റെ മോക്കും ഞാൻ ആ കഥയാണ് പറഞ്ഞു കൊടുത്തത്, എൻ്റെ മോനും ഞാനിപ്പോൾ ആ കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം എൻ്റെ മോനും എലിശ്ശേരി, പുലിശ്ശേരി, തമിഴ്നാട്ടിലല്ലേ ജീവിക്കുന്നത്, അതൊക്കെ ഏകദേശമൊക്കെ അറിയാം. അപ്പോൾ എനിക്ക് ഓലൻ ഇഷ്ടമാണ്, പിന്നെ എരിശ്ശേരി ഇഷ്ടമാണ്, മത്തങ്ങയും പയറും ഇട്ടിട്ടില്ലേ എരിശ്ശേരി ഇഷ്ടമാണ്, ഇഞ്ചിക്കറി ഇഷ്ടമാണ്. പുളിയിഞ്ചി അല്ല, പുളിയിഞ്ചിയിൽ ഒരുപാട് ശർക്കര ഇടും, ഇഞ്ചിക്കറിയിൽ ശർക്കര ഇടും, അതൊരു ചെറിയ മധുരമാണ്, അതിഷ്ടമാണ്. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണ്, പിന്നെ ശർക്കര വരട്ടി, പായസം. മധുരം അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു ഞാൻ കൊച്ചിലെ. പായസമൊക്കെ പേരിനെ കഴിക്കും. അതെന്തുവാന്ന് എനിക്കറിയാൻ വയ്യ. എരിവായിരുന്നു ഇഷ്ടം, കാന്താരിയുടെ ചമ്മന്തിയും അങ്ങനെ ഇങ്ങനെ അതായിരുന്നു ഇഷ്ടം. പിന്നെ അടപ്രഥമൻ ഇഷ്ടമാണ്, പ്രഥമൻ, ശർക്കര ഇട്ടുണ്ടാക്കുന്ന പ്രഥമൻ. അതുപോലെ കടലപ്രഥമൻ തിരുവനന്തപുരത്ത് വലിയ പ്രസിദ്ധമായിരുന്നു, അതുപോലെ പ്രഥമൻ ഇഷ്ടമാണ്. പായസം എന്ന് പറയുമ്പോൾ ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസം ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത്. ഞാൻ അമ്പലപ്പുഴ പോയാലും ആലപ്പുഴ പോയാലും അമ്പലപ്പുഴയിൽ നിന്ന് അത് വാങ്ങിച്ച് 5 ലിറ്റർ ക്യാനി വാങ്ങിച്ചുകൊണ്ട് പോകും പണ്ട് ഫ്ലൈറ്റിൽ. ഗുരുവായൂർ പോകുമ്പോഴും വാങ്ങിച്ചുകൊണ്ട് പോകും. അടപ്രഥമൻ ഇഷ്ടമാണ്, പക്ഷേ പൊതുവെ അങ്ങനെ മധുരത്തിനോട് ഭയങ്കര ഭ്രമമില്ല. പൂക്കളൊക്കെ ഇടും. പിന്നെ ഞങ്ങൾ 3 പേരും ഞങ്ങൾ എന്തെല്ലാം തരത്തിലെ പൂക്കളുണ്ടോ അതെല്ലാം ഇടും. അത് അല്ല, അന്ന് സുലഭമായിട്ട് കിട്ടുമായിരുന്നല്ലോ, ഇപ്പം ഇല്ല. പക്ഷെ മദ്രാസിൽ പോയതിന് ശേഷവും ഈ പൂവിടൽ അപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നത്. കാരണം ഈ 10 ദിവസം നമ്മുടെ വീട്ടിലെ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഓരോന്നും അവർ ചോദിക്കും, ഇത് എന്നത്, ഇത് എതുക്ക്, ഇവളവ് എതുക്ക്, അവിയൽ ഇருக்கு, എല്ലാ കായും ഇருக்கு. നമ്മുടെ സാമ്പാർ പോലെ ലോകത്തെങ്ങും ഇല്ല. കാരണം ഉരുളക്കിഴങ്ങും ചേമ്പും ചേനയും ഇട്ട് പരിപ്പും സർവ്വമലക്കറിയും ഇട്ടിട്ടുള്ള സാമ്പാർ വേറെങ്ങുമില്ല. തമിഴ്നാട്ടിലൊക്കെ ഒരു മലക്കറി ഇട്ടുള്ള സാമ്പാറാണ്. ഇന്നേക്ക് അവരക്കാ സാമ്പാർ, ഇന്നേക്ക് കത്തിരിക്ക സാമ്പാർ, അങ്ങനെ. നമുക്ക് അവിയലിനും എല്ലാ മലക്കറിയും ഉണ്ട്, എല്ലാത്തിൻ്റെയും മിക്സ് ആണല്ലോ, എല്ലാം മിക്സ്. സാമ്പാറിനും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ വലിയ സന്തോഷമാണ്. പ്രഥമനൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നും അറിഞ്ഞുകൂടെങ്കിലൊക്കെ അടിച്ചു വിടും. പിന്നെ പയറ് വറുത്ത പായസമുണ്ട്, ചെറുപയർ വറുത്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ലതാ ചെറുപയർ വറുത്ത പായസം, കഴിച്ചിട്ടില്ലേ? അയ്യോ, ഉണ്ടാക്കി തന്നാൽ മതി, ഞാൻ ഒരു ദിവസം വരാം മദ്രാസിലോട്ട് വീട്ടിൽ. ചെറുപയർ പായസമുണ്ട്, ഗോതമ്പ് റവയുടെ പായസമുണ്ട്, അത് വറുത്തിട്ടുള്ള പായസം അത് കഴിച്ചിട്ടുണ്ട്. അതും അവല് പായസമുണ്ട്. ചെറുപയറിൻ്റെ പായസം നല്ലതാണ്. പ്രഥമനാ, പായസമല്ല പ്രഥമൻ, ശർക്കരയും തേങ്ങാപ്പാലും ഒഴിച്ചത്, അതൊക്കെ നല്ല ടേസ്റ്റാണ്. പണ്ട് സജീവമായിരുന്ന സമയത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്ക് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഓണത്തിനും അങ്ങനെ ഷൂട്ടിങ്ങിൽ സജീവമായിട്ടുള്ള ഷൂട്ടിങ്ങാണ് സമയമൊക്കെ. മിക്കവാറും ഷൂട്ടിങ് ചിലപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ നിന്നിട്ടൊക്കെ ആയിരിക്കും ഉണ്ണുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ ഓണത്തിന് ഷൊർണൂർ ഷൂട്ടിങ്ങാണ്. വേറെ നിവൃത്തിയില്ല, നമുക്ക് ഇരുന്നുണ്ണാൻ സ്ഥലമില്ല, റോഡാ. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ ക്രൗഡഡ് അല്ല. ഒറ്റപ്പാലം, ചെറുതുരുത്തി, ഷൊർണൂർ ആ ഏരിയയൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ, പക്ഷെ നമുക്ക് സമയമില്ല. അപ്പോൾ അതുകൊണ്ട് പാത്രത്തിലെടുത്ത് റോഡ് സൈഡിൽ നിന്നപ്പം അവരുടെ അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാരൊന്നും, അയ്യോ ഒരു ഓണത്തിന് പോലും ഇത് നിങ്ങൾക്ക് ഇരുന്നുണ്ണാൻ ഇതില്ലല്ലോ, മോള് വാ നമ്മുടെ വീട്ടിൽ അവിടെ ഇരുന്ന് കഴിക്കാം
എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ അത് കുഴപ്പമില്ല, ഞങ്ങൾക്കത് സന്തോഷമല്ലേ. അല്ല, നേരത്തെ പറഞ്ഞു, കാരണം അങ്ങനെയുള്ളൊരു പശ്ചാത്തലമായിരുന്നു. അച്ഛൻ നാടകം വളരെ സജീവമായിട്ട് വീട്ടിൽ ഡിസ്കഷനൊക്കെ നടക്കുന്നു. പക്ഷേ എന്നിട്ടും ഉള്ളിന്ന് വന്നിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ അഭിനയത്തോട്? ഇല്ല ഇല്ല, ഇല്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ പണി പറ്റത്തില്ല. ശൈയല്ല, ആത്മവിശ്വാസം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു കലാപരിപാടിക്കും സ്കൂളിലും പങ്കെടുക്കാൻ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതേസമയം 2 ചേച്ചിമാരും നന്നായിട്ട് അവരെയും കൂടെ ഞാൻ ബുദ്ധിമുട്ടിക്കും. 3 പേരെയും കൂടെ ഒരുമിച്ച് സ്റ്റേജിൽ ഒരുപോലെ ഡ്രസ്സ് ഇടിയിച്ച്, വലിയ ഈ ചായ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ടീച്ചേഴ്സിനൊക്കെ വലിയ ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഒന്നുപോലെ ഡ്രസ്സ് ഇടിയിച്ച്, അപ്പോൾ ടീച്ചറിൻ്റെ വീട്ടിൽ ജ്യൂസൊക്കെ തരും. അന്ന് ജ്യൂസൊക്കെ വലിയ അപൂർവമല്ലേ, കളറായിട്ടുള്ള ജ്യൂസ്, അതൊക്കെ കലക്കി തരും. പിന്നെ അലുവയൊക്കെ തരും. അപ്പോൾ ഇതിൻ്റെ താല്പര്യത്തിന് പഠിക്കാൻ പോകും, അതൊക്കെ തിന്നാൻ വേണ്ടി പോകും. പ്രോഗ്രാമിൻ്റെ അന്ന് 3 പേരും കൂടെ കൈ കോർത്ത് ഡാൻസ് ചെയ്യുന്നത്, 3 പേരും കൂടെ ഉള്ള സ്റ്റെപ്പുകളായിരിക്കുമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റെപ്പൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിന് ഒരാൾ വിട്ടുപോയാൽ ബാക്കി 2 പേർക്ക് മാനേജ് ചെയ്യാനൊന്നും അറിയാൻ വയ്യ. അവൻ സ്റ്റേജിൽ കയറി കർട്ടൻ നീങ്ങി എല്ലാവരും കൂടെ കൈയടിച്ച് കഴിഞ്ഞ് ഇങ്ങനെയാക്കി കുറച്ച് കഴിയുമ്പോൾ അയ്യോ കളിച്ചേച്ചി എനിക്ക് വയ്യ, ബോധം കെട്ടപ്പോഴേ വീഴും. അഭിനയാണോ അതോ? അല്ലല്ലല്ല, എനിക്ക് ഈ ക്രൗഡിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ കയ്യടിയും ബഹളവും ലൈറ്റും ഒക്കെ കാണുമ്പം എനിക്ക് ബ്ലാക്ക് ഔട്ട് ആവും. എനിക്ക് എന്തോ എനിക്ക് പേടിയോ എന്തൊക്കെയോ വരും. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പം മിനിച്ചേച്ചിക്കാണ് ഏറ്റവും വിഷമം. ജന്തു, വൃത്തിയട്ട ജന്തുവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കത്തില്ല. ഈ ടീച്ചർ, ഈ ഇന്ദിര ടീച്ചറാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയും. അപ്പം എന്നെ അതുങ്ങൾക്ക് പൊക്കാനൊക്കെ തരില്ലോ. ടീച്ചർ വന്ന് പൊക്കിയെടുത്ത് അങ്ങോട്ട് പോയിട്ട് കളിക്കുന്നു 2 പേരും ഇടും. അപ്പോൾ കളിച്ചേച്ചി ഇങ്ങോട്ട് നോക്കി തന്നെ കളിക്കും. കാരണം നമുക്ക് വിഷമമോ, എൻ്റെ കാര്യം നോക്കണമല്ലോ. അതോടെ ഡാൻസ് 2-3 സ്റ്റെപ്പ് കഴിയുമ്പം പിള്ളേരെല്ലാം കൂടെ ചിരിക്കും. പിന്നെ ടീച്ചർ അകത്ത് കയറി വരാൻ പറയും. അല്ല, എന്നിട്ട് എങ്ങനെ ഈ അത്ഭുതം സംഭവിച്ചു? എന്തോ അതൊക്കെ 13-ാമത്തെ വയസ്സിലല്ലേ ആദ്യമായിട്ട് അഭിനയിക്കുന്നു? അപ്പം എങ്ങനെ വന്നു? അത് നായികയായിട്ട് വന്നത് കലച്ചേച്ചി അഭിനയിക്കാനിരുന്നേ. ഞാൻ കലച്ചേച്ചിയുടെ കൂടെ പിന്നെ തമിഴ് ഡയലോഗ് സ്ക്രിപ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. കലച്ചേച്ചിക്ക് വായിക്കാൻ അറിയാൻ വയ്യ. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് ഓടിയതാണ് യൂണിഫോം പോയിട്ട് കലച്ചേച്ചിയുടെ കൂടെ ഈ തമിഴ് വായിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ. അങ്ങനെ പോയതാ. അപ്പം ഡയലോഗ് കൊടുത്തപ്പം കലച്ചേച്ചിക്ക് വായിക്കാൻ അറിയാൻ വയ്യ. ഞാൻ വായിച്ചു കൊടുത്തപ്പം ഭാഗ്യരാജ് സാർ ചീത്ത പറഞ്ഞു, നീ ഇതൊക്കെ പഠിക്കണേ, അങ്ങ് പോയി ഉക്കാർ പോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമായി. കാരണം പുള്ളിയുടെ പടം കാണുമ്പോൾ നല്ല കോമഡി. അതെ അതെ. അപ്പം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ് വൃത്തിയട്ട മനുഷ്യൻ, അഭിനയിക്കേ വേണ്ട അമ്മ, വേണ്ടമ്മ, ചീത്ത പറയുന്നമ്മ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കലച്ചേച്ചിയുടെ എല്ലാം പറയും 60 ദിവസത്തോളം ഷൂട്ടിങ്ങാന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല. കലച്ചേച്ചി അപ്കമ്മിങ് ആയിട്ട് തെലുങ്കും തമിഴും മലയാളമൊക്കെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് മലയാളത്തിലൊരു നായികയ്ക്ക് 4-5 ദിവസമൊക്കെ മതി. ആകെപ്പാടെ 10-12 ദിവസമേ ഉള്ളൂ ഒരു പടത്തിന്. അപ്പോൾ അമ്മ പറഞ്ഞു അത് പറ്റില്ല, ഇത്രയും ദിവസം ഒരു സ്ഥലത്തൊന്നും താമസിക്കാൻ പറ്റില്ല. ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ 4-5 ദിവസം ബേബിയും വലിയ പ്രൊഡക്ഷനുമാണ്. ഭാഗ്യരാജ് സാറും പറഞ്ഞു അത് പറ്റില്ല, അവിടെ വന്നാൽ ഫുൾ അവിടെ നിന്ന് വർക്ക് ചെയ്യണം. ഇടയ്ക്ക് വർക്കില്ലാത്തപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് പോവാം. ശരിയില്ല, ഞങ്ങൾ പോയിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ വന്നു. പക്ഷെ 1 മാസം കഴിഞ്ഞ് ഭാഗ്യരാജ് സാർ പറഞ്ഞു കൂടെ വന്ന കുട്ടിയെ വിളിപ്പിക്കണം, അതിനൊരു ക്യാരക്ടറുണ്ട് എന്ന് പറഞ്ഞു. ഹീറോയിനാന്നൊന്നും അറിയത്തില്ല. അപ്പം ആനുവൽ എക്സാമിനേഷൻ 15-ാം തീയതി തുടങ്ങുന്നു, മാർച്ച് 9ാം ക്ലാസ്സിൻ്റെ. 10-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു. അപ്പം അമ്മ വിചാരിച്ചത് കുട്ടിയുടെ റോളല്ലേ, 3-4 ദിവസം അങ്ങനെ ആയിരിക്കും. അവിടെ ചെന്ന് ഒരാഴ്ചയായി ഞാൻ ആ ഹീറോയിനെ എനിക്ക് തിരിച്ചറിയാൻ. ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എവിയും പറഞ്ഞു അത് പറ്റില്ല, ഒരാഴ്ച കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, അതങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ സിനിമ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലി, നമുക്കങ്ങനെ അത് പറ്റത്തില്ല എന്ന് പറയാൻ പറ്റും. അങ്ങനെ അങ്ങ് വർക്ക് ചെയ്തതാ. ട്രെയിനിങ് ഒക്കെ തന്നിരുന്നോ? ഒന്നുമില്ല, അങ്ങനെ ട്രെയിനിങ് ഒന്നുമില്ല. അന്ന് ട്രെയിനിങ് മറ്റൊരുപാട് ഹീറോയിൻസിന് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു AVM സ്റ്റുഡിയോയിൽ. പക്ഷെ എനിക്കതൊന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ അതല്ല കേട്ടോ, ഞാൻ അതിന് ആ വർഷം തുടങ്ങിയപ്പോൾ തന്നെ വേറെ 2 സിനിമയും ഞാൻ അഭിനയിച്ചു. ഒരു സ്കൂൾ കുട്ടിയായിട്ടൊരു പടത്തെ അഭിനയിച്ചു. ആ പടത്തിൻ്റെ ലൊക്കേഷനിൽ നിന്ന് അതിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോ കൊടുത്തിട്ട്
അവിടുന്ന് നേരെ വേറൊരു ഷൂട്ടിങ്ങിനാണ് ഞാൻ പോയേ, കാർത്തിക്കിൻ്റെ കൂടെ ഒരു സിനിമ. പക്ഷെ ഒരുപാട് പ്രായവ്യത്യാസം തോന്നുന്നു എന്ന് പറഞ്ഞാൽ പടം ബിസിനസ് ആയില്ല. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു സിനിമ അഭിനയിച്ചു, അതും ഹീറോയേക്കാൾ ഒരുപാട് ഇത് തോന്നുന്നു പറഞ്ഞ് ആയില്ല. ആ പടവും പിന്നെ ഇറങ്ങിയില്ലോ എന്ന് അറിയാൻ വയ്യ. എന്നിട്ടാണ് 3-ാമത്തെ മാസം ഈ പടം ചെയ്യുന്നത്, മുന്താനെ പിടിച്ച് ചെയ്യുന്നത് അല്ലേ. അതാണെങ്കിൽ സൂപ്പർ ഡ്യൂപ്പറായിട്ട് മാറുകയും ചെയ്തല്ലേ. ചെയ്യുന്നത്. അതിനുശേഷം തമിഴ് തന്നെയായിരുന്നോ കുറേ? തമിഴാണ്. മലയാളത്തിലോട്ട് എപ്പോഴാണ് വരുന്നത്? എത്രാമത്തെ മലയാളത്തിൽ 85 ലാസ്റ്റാണ് വരുന്നത്. അപ്പോഴാണ് വരുന്നത്. 15 വയസ്സ് കഴിഞ്ഞു വരുമ്പോൾ. അന്ന് ബാലേന്ദ്ര മേനോൻ്റെ എൻ്റെ അമ്മൂ നിൻ്റെ ചക്കിയായിരുന്നു കമ്മിറ്റ് ചെയ്ത ഫിലിം. പക്ഷെ റിലീസായത് നിറക്കൂട്ടാണ്. അയ്യോ, അതാണ് ആദ്യം റിലീസ് ചെയ്ത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല. അപ്പോൾ ഏതാ ഇഷ്ടം? തമിഴിൽ അഭിനയിക്കുന്നതായിരുന്നു അന്ന്? മലയാളത്തിലോട്ട് വന്നപ്പോൾ പിന്നെ നമ്മുടെ മലയാളികളെല്ലാം അങ്ങ് ഏറ്റെടുത്തു അല്ലേ? എന്നോട് കമൽ സാറാണ് പറഞ്ഞത്, കമൽഹാസനാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ലവ് സീൻ അഭിനയിക്കാൻ ബുദ്ധിമുട്ട്. ഞാനിവിടെ വരുന്നതിന് തൊട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചേ. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഗ്ലാമർ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, പിന്നെ ലവ് സീൻ പറഞ്ഞാൽ നിങ്ങൾ പറ്റില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ നിങ്ങളുടെ നല്ല മലയാളമാണ്. കമൽ സാറിന് വലിയ സെൻറ്റിമെൻറ്റ്സ് ആണ് മലയാളം. അവിടെ ആകുമ്പോൾ നിങ്ങളെ അറിയാം, നിങ്ങളുടെ ഏജ് അറിയാം, എല്ലാം അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റോള് നിങ്ങൾക്ക് നല്ല ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം ബെറ്റർ കൂടുതൽ ഫിലിം അവിടെ ചെയ്യും ഇന്ന് കമൽഹാസനാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമുക്ക് കുറേ ഓഫേഴ്സ് വന്നു. അല്ല ചേച്ചി, മലയാളത്തിൽ വരുന്ന സമയത്ത് ആരായിരുന്നു നിറഞ്ഞു നിന്നിരുന്ന നായിക? നദിയ വന്ന് പോപ്പുലറായി നിൽക്കുന്നു, ശോഭന പോപ്പുലറായി നിൽക്കുന്നു, രോഹിണി, റഹ്മാൻ, അങ്ങനെ പറഞ്ഞിട്ട് അവർ നിൽക്കുന്നു. കുറേ പേരുണ്ടായിരുന്നു അന്ന്. സീമ ചേച്ചി, മേന ചേച്ചിയൊക്കെ അതിൻ്റെ മുമ്പത്തെ ജനറേഷനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ വന്നു, പിന്നെ പാർവതി വന്നു, സിത്താര വന്നു, പിന്നെ അങ്ങനെ സ്മൂത്തായിട്ട് അങ്ങ് പോയി. പിന്നീട് ഈ സെലക്ഷൻ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, തമിഴിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന, തമിഴ് ആസ്വാദകർക്ക് ഇഷ്ടപ്പെടുന്ന വേറൊരു ജാനറിൽപ്പെട്ട ഇതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അല്ലേ, മലയാളികൾ അക്കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ഒരു വളരെ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ്. മാത്രമല്ല ഈ കുടുംബ ബന്ധം അത് സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്യുന്ന, അനാവരണം ചെയ്യുന്ന ചിത്രങ്ങളൊക്കെയല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മുടെ കുടുംബത്തിലൊരംഗം എന്ന നിലയിൽ ഉർവശിയെ പ്രേക്ഷകർ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നില്ല അല്ലേ? തീർച്ചയായിട്ടും. അതിന് തൊട്ട് മുൻപ് വരെയുള്ള മലയാള സിനിമ അതായിരുന്നില്ല. കാരണം ചെന്നൈയിലൊക്കെ പടം റിലീസ് ചെയ്യുമ്പോൾ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു കുറച്ചിലായിരുന്നു. സത്രത്തിലൊരു രാത്രി, അങ്ങനെ അവിടത്തേക്ക് വേണ്ടിയും കൂടെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് രതി നിർവേദം, അതൊക്കെ വലിയായിട്ടുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരുന്നത്. മമ്മൂക്കയുടെ എൻട്രിക്ക് ശേഷമാണ് അത് മാറ്റം വന്നത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ മമ്മൂക്കയെ പ്രത്യേകം പ്രശംസിക്കേണ്ടതുണ്ട്. സ്റ്റാർട്ടിങ് സമയത്ത് അദ്ദേഹവും ചെറുതായിട്ടൊക്കെ പടങ്ങൾ ചെയ്തിരുന്നെങ്കിലും ബോധപൂർവ്വം അദ്ദേഹം അത് മാറ്റിയെടുത്തു. അപ്പം ഞാൻ വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ക്ലീൻ ഫിലിംസിൻ്റെ കാലമായിരുന്നു. ലവ് സീൻസ് പോലും ക്ലോസ് ആയിട്ടില്ലാത്തൊരു കാലം അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലുള്ള ഒരു ഇമേജ് തന്നെ തന്നു മലയാളം. അത് വലിയൊരു അത്ഭുതമാണ് അന്നും ഇന്നും. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. ശാസിക്കുമ്പോഴും വീട്ടിലുള്ള ഒരാളെ ശാസിക്കുന്ന പോലെ ശാസിക്കാറുള്ളൂ, അല്ലാതെ ഒരു സിനിമാ താരത്തെ പറയുന്ന പോലെ അങ്ങനെ പറയാറില്ല. അതൊരു ഭാഗ്യമാണ്. അല്ല, മലയാളത്തിലെ മഹാന്മാരായിട്ടുള്ള എല്ലാ നടന്മാരുടെയും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നെടുമുടി, മുരളി, മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ശ്രീനിവാസൻ, ജയറാം, എല്ലാവരുമായിട്ടും അഭിനയിച്ചു. ഒരുവിധമുള്ള എല്ലാവരുമായിട്ടും അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. നല്ല സിനിമകളും നല്ല ഡയറക്ടേഴ്സിൻ്റെ സിനിമകളും അഭിനയിക്കാൻ പറ്റി. പിന്നെ പല ഡയറക്ടേഴ്സിൻ്റെയും പടത്തിലെ സ്ഥിരം നായികയാവാൻ പറ്റി. പിന്നെ സ്ഥിരം നായികയാവാൻ പറ്റാത്ത ഡയറക്ടറാണെങ്കിൽ ഞാൻ അഭിനയിക്കാതെ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം കൊണ്ട് എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളിലും
ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഒരുപാട് ചേച്ചിയുടെ മാനറിസംസ് നമ്മുടെ മനസ്സിലിപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരുപാട് മാനറിസംസ് ഉണ്ട്. ഇപ്പം എനിക്കൊന്ന് കുറുമ്പ് കാണിക്കുന്ന ഉർവശി, പിന്നെ കുശുമ്പ് ഉള്ള ഉർവശി അല്ലേ? അത് ഒരു എക്സ്റ്റൻറ്റിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉള്ളൊഴുക്കിലെ ലീലാമ്മ, ഓ വെരി ടച്ചിങ് കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ എന്തെങ്കിലും ഒരു റിഹേഴ്സൽ നടത്താറുണ്ടോ? ഇല്ല ഇല്ല, അതെനിക്ക് അറിയത്തില്ല അനിൽ. എനിക്കറിയാൻ വയ്യ അതൊന്നും. കാരണം ആ സമയത്ത് ഡയറക്ടർ ആക്ഷൻ എന്ന് പറയുമ്പം ഞാൻ എന്ത് ചെയ്യുന്നു അതേ അറിയത്തുള്ളൂ. നേരത്തെ കൂട്ടി ഒന്നും അറിയത്തില്ല. ഇപ്പം വർക്ക്ഷോപ്സ് ഒന്നും പറഞ്ഞാൽ മെന്റലി പ്രിപ്പയർ ചെയ്യാറില്ലേ? ഇല്ല 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 ഇല്ല, ഒരു പ്രിപ്പറേഷനും ഇല്ല ഇല്ല ഇല്ല, അതറിയത്തില്ല. ഞാൻ എൻ്റെ ഡയറക്ടേഴ്സിനെ വിശ്വസിച്ചല്ലേ അഭിനയിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഓക്കെ ആണെന്ന് അവർ പറയുന്നുണ്ടല്ലോ, ഓക്കെ അല്ലെങ്കിലും പറയുന്നുണ്ട്. നേരത്തെ കൂട്ടി പറഞ്ഞാൽ എന്തോന്ന് അറിയുമോ, അതല്ല ഞാൻ ക്യാമറയുടെ മുമ്പ് വരുമ്പോൾ ചെയ്യുന്നത്. എനിക്ക് എന്നെയും ജഡ്ജ് ചെയ്യാൻ അറിയാൻ വയ്യ. അതുകൊണ്ട് നേരത്തെ ഇപ്പോൾ സൂര്യരേ പോറ്റർ അങ്ങനെ ചില ഫിലിംസൊക്കെ നേരത്തെ എല്ലാവരും കൂടി ആയിട്ടൊരു വർക്ക്ഷോപ്പ് സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാനിതാ ചെയ്യാൻ പോകുന്നതെന്ന് അവർ പ്രിപ്പയർ ആവും. ഇങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോകുന്നു, ഞാൻ ഇതേ ആയിരിക്കത്തില്ല അവിടെ വരുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ചില ആർട്ടിസ്റ്റൊക്കെ നല്ലോണം പ്രിപ്പയർ ചെയ്യുമ്പം എനിക്കവരോട് അസൂയ വരും. എനിക്കങ്ങനെ ഒക്കുന്നില്ല. അല്ല, ഉള്ളൊഴുക്കിൽ ആ പാർവതിയുടെ കഥാപാത്രം അഞ്ജു അല്ലേ? അഞ്ജു. അപ്പോൾ അഞ്ജുവിനോട് അങ്ങേയറ്റം സ്നേഹിക്കുന്നു. പിന്നെ മകൻ മരണപ്പെട്ട ശേഷം എല്ലാം അഞ്ജു ആണെന്നുള്ള ഇതിൽ വരുന്നു. പിന്നെ ഈ അഞ്ജുവിന് പുറത്തൊരു സുഹൃത്തുണ്ട് എന്ന് മനസ്സിലാവുന്നു. ആ സമയത്തൊക്കെയുള്ള ആ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ സ്നേഹത്തിൽ നിന്ന് പെട്ടെന്നൊരു ഇവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളൊരു ഫീലിംഗ്, അതിനുള്ള ആ ഒരു ഷിഫ്റ്റിൽ വരുന്ന ആ ഒരു എക്സ്പ്രഷൻ, പിന്നെ ഗർഭിണിയാണ് എന്ന് മനസ്സിലായപ്പോഴുള്ള ആ ഒരു ഷിഫ്റ്റ്, ഇങ്ങനെ മാറി 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 ഭാവങ്ങൾ ഇങ്ങനെ വരികയല്ലേ. മാത്രമല്ല അങ്ങേയറ്റം ഹൃദയസ്പൃക്കായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ നമസ്കരിക്കുന്നു കേട്ടോ. അതാ ഞാൻ ചോദിച്ചത്, ഇത് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടാണോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അതും ആ ഒരു സ്പോട്ടിൽ സ്പോട്ടിലേ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട് നേരത്തെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് ഇങ്ങനെയൊക്കെ ആവാമെന്ന്. പക്ഷെ അതെനിക്ക് അറിയാൻ വയ്യ. ടേക്ക് എടുക്കാറുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെ ടേക്ക് ഇല്ല. നാച്ചുറലായിട്ട് അങ്ങനെ ടേക്ക് എടുത്തിട്ടില്ല അതിനകത്ത്. ഇല്ല, ഒറ്റയടിക്ക് ഒരു ഫ്ലോയിലങ്ങ് വരും. അങ്ങനെ. പക്ഷെ ഞാൻ ഫീൽ ചെയ്യും. സ്ക്രിപ്റ്റ് എനിക്ക് ഫീൽ ചെയ്താണെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാനാണതെന്ന് ഞാൻ ഫീൽ ചെയ്യും. അത് ഉറപ്പായിട്ടും അത്രയും സമയം ഞാൻ തന്നെ ആയിരിക്കും. കാരണം എന്താ അറിയോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ടേ. എൻ്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ മുഖത്ത് ഞാൻ നിന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ടോ, എൻ്റെ പൊസിഷനിലാണോ, ഇട്ടിരിക്കുന്ന ലെൻസ് ഇന്ന ലെൻസാണ്, അതിന് ഔട്ട് ഫോക്കസ് വരാൻ പാടില്ല, ആ മിനിമം ഡിഗ്രി ഞാൻ നിൽക്കണം. ഇത്രയൊക്കെ എൻ്റെ മനസ്സിലുണ്ടാവണ്ടേ. ഇതും കടന്ന് ഞാൻ ഒരാളാവണം. അപ്പോൾ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയായിട്ട് നിൽക്കാനേ പറ്റൂ. അതെങ്ങനെയൊക്കെയോ അങ്ങനെയൊക്കെ കടന്നു പോകുന്നു. ഉള്ളൊഴുക്കിൽ അഭിനയത്തിന് പുരസ്കാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാൻ എൻ്റെ ഒരു സിനിമയ്ക്കും പുരസ്കാരത്തിന് വേണ്ടി അഭിനയിക്കാറില്ല. കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലേ അതിനേക്കാൾ സന്തോഷം, അത്രയേ ഉള്ളൂ. ഞാൻ ആ സിനിമ ഓടണേ എന്ന് പ്രാർത്ഥിക്കും. കാരണം ഓടാൻ വേണ്ടിയല്ലേ സിനിമ എടുക്കുന്നത്. ഈശ്വര ഇത് ഓടണേ. കാരണം ഒരുപാട് പേരുടെ ജീവിതം ഒരു സിനിമ, ഒരാളിൻ്റെ മാത്രമല്ല. ഒരു ഡയറക്ടറുടെ ഫസ്റ്റ് ഫിലിം, അയാൾ തന്നെയാണ് എൻ്റെ റൈറ്റർ. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അയാളൊരു പടം ചെയ്യുകയാണ്. എനിക്ക് വേണ്ടിയും കുറേ വെയിറ്റ് ചെയ്തു. ഫിലിം മേക്കറാ. അപ്പം ഷഹനാദ് ഒരു ക്യാമറമാൻ, അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്. സുഷിൻ ശ്യാം ഒരു മ്യൂസിക് ഡയറക്ടർ. ആവേശം പടം ചെയ്ത ആളല്ല ഈ പടത്തിലെ മ്യൂസിക്. അത്ര ആ വെള്ളത്തിലൊക്കെ പോകുന്ന ഷോട്ടിലൊക്കെ സുഷിൻ്റെ മ്യൂസിക് ഒരു എന്താ പറയുക, കായലിൻ്റെ ഒരു എന്താ പറയുക, ഒരു അപാരതയോ ഒരു കടലിനേക്കാൾ എഫക്റ്റ് കൊടുത്തിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ വർക്ക് അതിനകത്തുണ്ട്. അതിന് നമ്മളും ഉണ്ട്. അപ്പോൾ ഈശ്വര അത് പടം നല്ലോണം ഓടണം. ബോംബെ എന്നുള്ള പ്രൊഡ്യൂസേഴ്സ് ഇവിടെ വന്നൊരു പടം ചെയ്യാൻ ഒരു മനസ്സ് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി
പോസിറ്റീവായിട്ട് വിചാരിച്ച് ഇവിടെ ഒരുപാട് പടം അവർ ചെയ്യണം. നല്ലൊരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായിട്ടും ഫിലിം അല്ലേ? സ്നേഹത്തേക്കാൾ സ്നേഹം കൊണ്ട് ആരെയും തോൽപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ മെസ്സേജാണ്. അത് മാത്രമല്ല, ജെന്യൂനായിട്ട് ആരാണ് സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അമ്മയാവാൻ പ്രസവിക്കണ്ട, അതാണ് ഒരു വലിയ കാര്യം. പിന്നെ ഒരു സ്നേഹം എന്ന് പറഞ്ഞ ഒരു സംഗതിക്ക് വേണ്ടി ഏതറ്റം വരെയും തോൽക്കാൻ തയ്യാറാവുന്നത് ഒരു വലിയ കാര്യമാണ്. ജീവിതത്തിൽ ഈ മത്സരത്തിനിടയ്ക്ക് ഞാൻ തോറ്റുപോകുമെന്ന് വിചാരിക്കും, സത്യത്തിൽ ജയിക്കാൻ നോക്കുന്നവനാ തോറ്റുപോകുന്നത്. സത്യം. അത് മനസ്സിലാക്കുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കടന്നു പോയിരിക്കും. അച്ചുവിൻ്റെ അമ്മ അതിലെ ക്യാരക്ടറിനായിരുന്നു നേരത്തെ അല്ലേ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം, ദേശീയ പുരസ്കാരം കിട്ടിയത്. ഇപ്പോൾ ഉള്ളൊഴുക്കിലെ അഭിനയത്തിനും അങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? അച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ നമ്മളെപ്പോഴും കാണുന്ന വളരെ ലൈവായിട്ടൊരു സ്ത്രീ. അവർ പ്രസവിച്ചിട്ടില്ല, പക്ഷെ ഈ ഒരു ത്യാഗം, ഞാനൊരു നന്മമരമാണ് എന്ന് ഒട്ടും ആരെയും ബോധിപ്പിക്കാൻ താല്പര്യമില്ലാത്തൊരു സ്ത്രീ. ജീവിക്കണമെന്ന് മറ്റുള്ളവരെയും കൂടെ പ്രേരിപ്പിക്കുന്ന ഒരു സ്ത്രീ. അവർ വൈകുന്നേരം വീട്ടിൽ നിന്ന് തുണി തയ്ക്കും, LIC ഏജൻ്റായിട്ട് വർക്ക് ചെയ്യും, വേറെ എന്തെങ്കിലുമൊക്കെ ചിട്ടി പിടിക്കും, അല്ലെങ്കിൽ കോഴിമുട്ട വയ്ക്കും. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കൂട്ടുണ്ട്, എൻ്റെ മകള്. അങ്ങനെ പറയുന്നവർ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഊർജം തരുന്നൊരു സ്ത്രീയാണ്. ലീലാമ്മയും ഊർജം തരുന്നുണ്ട്, പക്ഷെ അത് മറ്റൊരു തരത്തിലാണ്. കുടുംബത്തിൻ്റെ മാനം കാക്കണം. എനിക്ക് കരയാൻ സമയമില്ല, ഞാൻ കരഞ്ഞാൽ ഞാൻ തോറ്റുപോകും, എൻ്റെ കുടുംബത്തിൻ്റെ ആഢ്യത്വം ഞാൻ നിലനിർത്തണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന മറ്റൊരു മുഖമുള്ളൊരു സ്ത്രീയാണ്. ഒരുപാട് സഹിക്കാൻ കെൽപ്പുള്ളൊരു സ്ത്രീ. രണ്ട് ജോണറാണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക്. പാക്കപ്പ് സമയത്ത് ക്രിസ്റ്റോ, എനിക്ക് തോന്നുന്നു ക്രിസ്റ്റോയുടെ മനസ്സിലുണ്ടായിരുന്നു തോന്നുന്നു, മാത്രമല്ല ആ സെറ്റിലുള്ളവരുടെ മനസ്സിലുണ്ടായിരുന്നു തോന്നുന്നു ഇതൊരു അവാർഡ് ലഭിക്കുന്ന പെർഫോമൻസ് തന്നെയാണ് ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന്. അവർക്കുണ്ടായിരുന്നിട്ടുണ്ടാവും, പക്ഷെ ഞാൻ അത് പ്രതീക്ഷിക്കാറില്ല. കാരണം അത് പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, സുതാര്യമായ കാര്യങ്ങളായിരിക്കും ഈ ലോകത്ത് സംഭവിക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ആശിക്കാവൂ എന്നുള്ള വിശ്വാസക്കാരിയാണ് ഞാൻ പല കാര്യങ്ങളിലും. അപ്പോൾ ആശിക്കാതിരുന്നാൽ കുഴപ്പമില്ല. അല്ല, പക്ഷെ ഇന്നേ വരെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ലേ? ഇല്ല. ജെ ബേബിയിലെ ആ ക്യാരക്ടർ അത് ജീവിച്ചിരുന്നൊരു സ്ത്രീയാണ്. അതെ, 10 കൊല്ലത്തിന് മുമ്പ് അവിടെ അണ്ണാനഗറിൽ ജീവിച്ചിരുന്നൊരു സ്ത്രീയാണ് അവർ. എനിക്കറിയത്തില്ല. അതും അവാർഡിന് പരിഗണിക്കപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും, അതും ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് പരിഗണിക്കപ്പെട്ടതാണ്. അതെ, അത് ഒരു ഞാൻ ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ച ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡയറക്ടറുടെ അമ്മയുടെ ചേച്ചി അത് ഡയറക്ടറെ വളർത്തിയതും ഒക്കെ ആ സ്ത്രീയാണെന്നൊക്കെ മനസ്സിലാവുന്നത് എനിക്ക്. ലൊക്കേഷനിൽ ഞാൻ പോകുമ്പോൾ അവരുടെ ബന്ധുക്കൾ എല്ലാം റിയൽ ലൊക്കേഷനാണ്, അവർ ജീവിച്ചിരുന്ന സ്ഥലവും വീടും ഒക്കെ. അപ്പോൾ ആ പരിസരത്തുള്ള പലരും ഇങ്ങനെ വാപത്തി കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചു, എന്താ സങ്കടപ്പെടുന്നത്? ഞങ്ങളുടെ ബേബിയമ്മ ഇതേപോലെ തന്നെയായിരുന്നു, നടക്കുന്നതും ഒക്കെ ഇതുപോലെ, സംസാരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അത് വലിയൊരു സന്തോഷമല്ലേ, നമ്മൾ കാണാത്ത ഒരാളിനെ അതിനകത്തുള്ള കുഴപ്പം എന്താ പറയുക, ക്യാരക്ടർ ചിരിച്ചുകൊണ്ട് തുടങ്ങി വഴക്കുണ്ടാക്കി അവസാനിപ്പിക്കുക, കരഞ്ഞുകൊണ്ട് തുടങ്ങി കോമഡി തീരുക, ഇങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. ഇത് ഏത് രീതിയിൽ എപ്പോൾ പ്രവർത്തിക്കുമെന്ന് അറിയാനേ പറ്റത്തില്ല. അതൊരു വല്ലാത്ത പ്രശ്നമായിരുന്നു ആ സീൻ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് തുടങ്ങിയിട്ട് നിന്നിപ്പിന് കരയണം, വളരെ സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ട് അടുത്തത് നെക്സ്റ്റ് കോമഡിയാണ്. അതൊരു വല്ലാത്തൊരു ക്യാരക്ടറായിരുന്നു. അത് എല്ലാം ചാലഞ്ചിങ് ആയിട്ടുള്ള റോളുകളാണ് കിട്ടിയത്. ഒരുപാട് കോമഡി റോൾ ചെയ്തില്ലേ അല്ലേ? എങ്ങനെ പൊതുവേ മറ്റുള്ളവർ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായിട്ടുള്ള കാര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ചേച്ചിക്ക് ഫീൽ ചെയ്തത്? ഇല്ല, എൻ്റെ വീട്ടിലെല്ലാവരും നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ളവരാണ്. അച്ഛനും എൻ്റെ അമ്മയും
അമ്മ ഒന്നാം തരട്ട് ഹാസ്യം എഴുതും, നല്ല ലാംഗ്വേജിൽ. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെയൊക്കെ കഴിവിൻ്റെ ഒരു അംശമാണ് മിനിച്ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് പക്ഷേ ബേസിക്കലി ഞാൻ അങ്ങനെ ഒരാളല്ല കേട്ടോ. എന്നെ മാറ്റിയത് സിനിമയാണ്. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇതാണ് എൻ്റെ മനസ്സിനെ മാറ്റാനുള്ളൊരു പോംവഴിയെന്നും കൂടെ ഞാൻ കണ്ടുപിടിക്കുകയായിരുന്നു. മാത്രമല്ല ഫീമെയിൽ കോമഡി ലോകത്ത് വളരെ കുറച്ച് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, അതെ അതെ, പ്രത്യേകിച്ച് ഹീറോയിൻ കോമഡി. അപ്പോൾ അതൊരു ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ മലയാളത്തിലാണ് എൻ്റെ തട്ടകം എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ മലയാളമാണ്. കാരണം ഇവിടെ എല്ലാ ഡയറക്ടേഴ്സും, പ്രത്യേകിച്ച് സത്യൻ്റെയൊക്കെ സിനിമകൾ, അതിനകത്ത് കുറച്ച് ഹ്യൂമർ മിക്സ് ചെയ്താൽ ആ കുഴപ്പമില്ല, കുറച്ച് സൂപ്പറായിരിക്കുന്നു എന്ന് പറയും. അപ്പം അങ്ങനെയാണ് ആ സിനിമകളൊക്കെയാണ് എന്നെ അതിലേക്ക് കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളത്. ഈ ശ്രീനിവാസിൻ്റെ കൂടെയൊക്കെ ആക്ട് ചെയ്ത സമയത്ത് അല്ലേ, സ്പെഷ്യലി ആ നിങ്ങളുടെ ആ ഒരു കോംബോ നന്നായിട്ട് പൊന്മുട്ടയിടുന്ന താറാവ്, തലയണ മന്ത്രം, അതെ, അതൊക്കെയാണ് അവരുടെ കോമ്പിനേഷൻ സിനിമകളാണ് കേട്ടോ. സത്യൻ്റെ ശ്രീനിയുടെയൊക്കെ സിനിമകളൊക്കെയാണ് കൂടുതലും. കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്, സുരേഷ് ഉണ്ണിത്താൻ, വിജി തമ്പി, അവരെല്ലാവരും തന്നെ കുറച്ച് ഹ്യൂമർ മിക്സ് ചെയ്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണ്. പിന്നെ ജയറാമിൻ്റെയൊക്കെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ജയറാമൊക്കെ അതിനെ അങ്ങേയറ്റം ഇംപ്രവൈസ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. കമൽ സാറിൻ്റെ സിനിമകൾ, മൈക്കിൾ മദന കാമരാജൻ പോലുള്ള സിനിമകളിലൊക്കെ കമൽ സാറൊക്കെ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു വില്ലൻ ഇതിൽ വന്നിട്ടില്ലല്ലോ ഇതുവരെ? ഇല്ല, എനിക്ക് വലിയ ആഗ്രഹമാണ്. ആണോ? എനിക്ക് വലിയ ആഗ്രഹമാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ. കാരണം അത് വേറൊരു ഭാവമല്ലേ, വേറൊരു എക്സ്പ്രഷൻ അല്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് പക്ക നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണമെന്ന്. ഓഡിയൻസ് എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്കിഷ്ടമാണ് പേഴ്സണലായിട്ട്, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആ മിഥുനത്തിലെ സീൻ എനിക്ക് പലപ്പോഴും കാണുമ്പോൾ ചിരിവര ഏതാണെന്നറിയോ? പായൽ ചുരുട്ടിക്കിട്ട് പോകുന്നത്. നമ്മൾ ഈ ചുമന്നുകൊണ്ട് ഭാരത്തിന്റെ ചേട്ടനാണ് സാർ പുറകെ വരുന്നത്. അല്ല, അതെല്ലാം ഒറ്റ ടേക്കിലാണോ? പിന്നെ അല്ലെങ്കിൽ ഒന്നും ആ വയൽവരമ്പിലൂടെയല്ലേ പോകുന്നത്? ഒന്ന് ആലോചിക്കുക, സീനേട്ടൻ്റെ ലാലേട്ടൻ്റെ ഒരു പോകുമ്പോ ഞാനിങ്ങനെ കിടക്കുക. സീന അതൊക്കെ സാർ 13 വയസ്സല്ലേ കൊച്ചിനെയാണ് സാർ 16 വർഷമായിട്ട് സാർ പ്രേമിച്ചത്. അതൊക്കെ നമുക്ക് ബൈഹാർട്ടാണ് സാർ. എനിക്കിതിൻ്റെ ഭാരം സഹിക്കാൻ പറ്റും, ഇപ്പം താഴെ ഇടും, ഞാൻ മേളിൽ ഇരുന്നുകൊണ്ട് അയ്യോ മിണ്ടാടി താഴെ ഇട്ട് അവരെ ഞാൻ കൊല്ലും എന്ന് പറയുന്നത്. അതൊക്കെ ഞങ്ങൾ ചിരിച്ച് ആസ്വദിച്ചിട്ടല്ലേ എടുക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. എന്തായാലും മലയാളത്തിലെ മഹാന്മാരായിട്ടുള്ള 2 നടന്മാര് ചുമന്ന് നടന്നല്ലോ കുറച്ച് ദൂരം. അല്ല, കുറച്ചേ ഇട്ടിട്ടുള്ളെങ്കിലും കുറേ ദൂരം നടന്നു. അവിടുന്ന് ഒരു പറമ്പിൽ കൂടെ നടന്ന്, ഈ വരമ്പിൽ കൂടെ നടന്ന് റോഡിൽ ബസ് സ്റ്റാൻഡ് വരെ വന്ന് പിന്നെ വാനകത്ത് എടുത്തിട്ടുണ്ടേ, അത്രയും നടന്നു. അതൊക്കെ ഒരു യോഗം. പക്ഷെ ആലോചിക്കുമ്പോഴൊക്കെ ആ സീനൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എന്തൊരു രസമാണ് അതൊക്കെ അല്ലേ. പിന്നെയോ എന്തായാലും ഇത്രയും ടാലൻ്റുള്ള, ഇത്രയും വേഷങ്ങൾ, നെഗറ്റീവ് റോൾ ഒഴിച്ച് എല്ലാം കൈകാര്യം ചെയ്ത് ആ പ്രതിഭ പൂർണ്ണമായി പ്രേക്ഷകരെ അറിയിച്ച ഉർവശിക്ക് വേണ്ട അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ? ഇപ്പം എനിക്ക് തോന്നുന്നു 40ാമത്തെ വർഷം അല്ലേ അഭിനയ സബര്യ, 40ാമത്തെ വർഷം അല്ലേ? വലിയ അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ? ഒരു ഇപ്പം അവാർഡിനോട് പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞു, അതിനുവേണ്ടിയല്ല അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എന്നാലും ആഫ്റ്റർ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ? അല്ല, അതിപ്പോൾ എന്തറിയോ, ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് എന്നെ സ്നേഹിക്കുന്നവരെല്ലാം അത് പറഞ്ഞാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അതുവരെ കിട്ടിയതെല്ലാം ബോണസ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ എന്നോട് പറയുന്നുണ്ട് പലരും, അതെന്താ ഉർവശി അങ്ങനെ? ആ ചോദ്യങ്ങളൊക്കെയാണ് ഞാനും ചോദിക്കുന്നത്. അത് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇല്ല എന്ന് പറയുന്നില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും. അല്ല, ഉർവശിയെ പോലുള്ള ഒരു നടിയുടെ 40 വർഷത്തെ അഭിനയ ജീവിതം അതൊക്കെ ആഘോഷിക്കപ്പെടേണ്ടതല്ലേ? അത് അല്ല, അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലേ? പിന്നെ അതൊരു വലിയ പരിപാടിയാക്കണം, അതെനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താ ഉർവശി അങ്ങനെ വെച്ച് പ്രോഗ്രാം ചെയ്യാൻ ഇതിനുള്ള സാധ്യതകൾ കൂടുതലാണല്ലോ.
അത് കാരണം എന്താ വെച്ചാൽ അതൊരു ഫുൾ സ്റ്റോപ്പ് അല്ലല്ലോ നമുക്ക്. നമ്മൾ വർക്ക് ചെയ്യാണ്, ഇത് നമ്മുടെ ജോലിയാണ്. പക്ഷെ എന്നാലും ഒരു മൈൽ സ്റ്റോൺ അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ബേബി ആർട്ടിസ്റ്റായിട്ട് എൻ്റെ അഭിനയ ജീവിതം തുടങ്ങി ഇത്രയും കാലം വരെയുള്ള. അതെ, അത് തീർച്ചയായിട്ടും. അല്ലെ ഞാൻ പറയുന്ന ആ ബേബി ആർട്ടിസ്റ്റ് തൊട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ആ ക്യാരക്ടർ വരെയുള്ളത്, അതിങ്ങനെ ഒരു 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 ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ പോകുന്നത് ഇരുന്ന് കാണുക, അതൊക്കെ ഒരു സന്തോഷമല്ലേ? അങ്ങനെ ഞാൻ പോവാറില്ല അനിൽ, അങ്ങനെ ഞാൻ പുറകിലോട്ട് പോവാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഞാനിങ്ങനെ ആഗ്രഹിച്ച് ഞാനിതിൻ്റെ പാഷനായിട്ട് അങ്ങനെയൊന്നും വന്നതല്ല. ലോട്ടറി അടിച്ചതുപോലെ കിട്ടിയതാണ് എനിക്ക്. അത് പിന്നെ എന്തോ ഒരു ഗുരുത്വം കൊണ്ട് മുമ്പോട്ട് നീങ്ങിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു വലിയ നേട്ടമായിട്ട് വലിയൊരു ഞാൻ ചെയ്തൊരു മഹാസംഭവമായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളവരും ഒക്കെ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അത് ശരിയാണല്ലോ എന്ന് തോന്നാറുണ്ട്, ചിലപ്പോഴെങ്കിലും. 5-6 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലേ? അതുപോലെ ദേശീയ പുരസ്കാരം 2 തവണ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ലീലാമ്മ ചേച്ചിയെ മികവുറ്റതാക്കിയതിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ സഹനടിയായിട്ട് പരിഗണിക്കപ്പെട്ടതിൽ വിഷമം പങ്കുവച്ചു. മാത്രമല്ല സ്വാഭാവികമായിട്ടും ആ സംശയങ്ങൾ അത് ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരിക്ക് ചോദിക്കാം. കലാകാരൻ ചോദിക്കുന്നത് വിധിനിർണയ സമിതിയോടാണ് അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ കേന്ദ്ര സർക്കാരിനോടാണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ വ്യക്തിയാ ജൂറി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് ഒരു ഗവൺമെൻറ് അവാർഡ് ആവുമ്പം ചോദ്യങ്ങൾ ഗവൺമെൻറ്റിനോടാണെന്നുള്ളൊരു സംശയം വരുന്നത് സ്വാഭാവികം. പക്ഷെ ഒരിക്കലും സർക്കാരിന് ഇതുമായിട്ട് ബന്ധമില്ല. ഒരു ഈ കണ്ട ഇന്ത്യയിലെ എല്ലാ ഭാഷയിലെയും സിനിമകൾ സർക്കാർ നേരിട്ട് പോയി കണ്ട് നിർണ്ണയിക്കാൻ പറ്റുമോ? ഒരിക്കലും. വേറെ ഒരു പണിയില്ലേ നാട്ടിൽ? എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് ഇവിടെ. അത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണത്. നമ്മൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ സർക്കാരിനോട് ചോദിക്കുന്ന പോലെ ചോദിക്കാൻ പറ്റൂ. എല്ലാം സ്വാഭാവികമായിട്ട് അതായത് ഒരു ലീഡ് റോളിൽ അഭിനയിക്കുന്നു. ഇപ്പോൾ പുരസ്കാരം കിട്ടിയിരിക്കുന്ന ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ സപ്പോർട്ടിംഗ് റോളാണ് അല്ലേ? രണ്ടും രണ്ടാണ്. ആരാണെങ്കിലും എത്ര വലിയ മികച്ച നടനാണെങ്കിലും സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണത്. അതെ, ഞാൻ സഹനടിയായിട്ടല്ല ഞാൻ അഭിനയിച്ചത്, ഞാൻ നടിയായിട്ട് തന്നെയാണ് അഭിനയിച്ചത്, ലീഡ് റോള് തന്നെയാണ് ഞാൻ കൈകാര്യം ചെയ്തത്. പക്ഷേ എന്തുകൊണ്ട് എന്നെ മികച്ച സഹനടിക്ക് കൺസിഡർ ചെയ്തു? വേണമെങ്കിൽ റാണി മുഖർജിയുമായിട്ട് പങ്കുവെക്കാമല്ലോ അല്ലേ? അത് കഴിഞ്ഞ വർഷം അങ്ങനെയല്ലേ ചെയ്തത്? ഇപ്രാവശ്യം മികച്ച നടനും അങ്ങനെയല്ലേ ചെയ്തത്? അതെ, രണ്ടുപേരും അത് ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. എന്താണ് ആ ജൂറിക്ക് പറ്റിയത്? നീതിപൂർവ്വം പെരുമാറാൻ പറ്റാത്ത ആ ജൂറിയോടാണ് എൻ്റെ ചോദ്യം. അതിനേക്കാൾ വലിയൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര കഥാപാത്രം ചെയ്യുന്നവരെ നിങ്ങൾ സപ്പോർട്ടിംഗ് ആക്കുന്നത് വഴി സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരെ നിങ്ങൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യും? നാളെ ഞാനൊരു സിനിമയിൽ ഒരു സപ്പോർട്ടിംഗ് റോൾ ചെയ്യും, ഏത് കാറ്റഗറിയിൽ നിങ്ങൾ എന്നെ പെടുത്തും? അല്ലെങ്കിൽ അത് പ്രതീക്ഷയ്ക്ക് വകയില്ലേ? ഇനി അത്തരം റോള് ചെയ്യുന്ന ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ മലയാളത്തിലുണ്ട്. അപ്പോൾ അവരിനി ഞങ്ങളെ എങ്ങനെയായിരിക്കും കാറ്റഗറൈസ് ചെയ്യുന്നത്? അതോ സെൻട്രൽ ഗവൺമെൻറ് ആ കാറ്റഗറി എടുത്ത് കളഞ്ഞോ? മാറി മാറി വരുന്ന ജൂറികൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളും ഇതിൻ്റെ തീരുമാനങ്ങളും ബാധിക്കുന്നത് സർക്കാരിനെയാണെന്നുള്ള ബോധം അവർക്കുണ്ടാകണം. അതെ, തീർച്ചയായും. അവരുടെ സ്ഥാപിത കാര്യങ്ങൾ നടപ്പാക്കുന്നത് വഴി മനസാവാച കർമ്മണം അറിയാതെ സർക്കാർ കുരുക്കിലാവുകയാണ്. അല്ലാതെ കേന്ദ്ര സർക്കാരിന് എന്നോട് വലിയ ദേഷ്യമുണ്ട്, വല്ല കാര്യമുണ്ടോ? അപ്പോൾ അവരത് മനസ്സിലാക്കണം. അവർ എന്നെപ്പോലെ സിനിമാ പ്രവർത്തകരാണ്, പലപ്പോഴും എൻ്റെ അത്രയും സിനിമയിൽ അനുഭവമില്ലാത്തവരും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇതിനൊക്കെ കൃത്യമായിട്ട് സ്പെഷ്യൽ ജൂറി പരാമർശങ്ങളുണ്ടാകാം. പിന്നെ എന്തെല്ലാം സാധ്യതകളുണ്ടായിട്ടും അത് പാടില്ല എന്ന് പറയുമ്പോൾ ആ ചോദ്യം ഞാൻ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് പുറകെ വരുന്നവരെന്ത് ചോദിക്കും? അല്ല, ആ തീരുമാനം എന്തായാലും വേദനിപ്പിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നവരും എനിക്ക് പുറകെ വരുന്നവരുമായിട്ടുള്ള ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അവർക്ക് ആ സാധ്യത പോലും വാതിലടയുകയാണ്. അപ്പോൾ എൻ്റെ ആ ചോദ്യം എന്ന് പറയുന്നതിൽ എനിക്ക് എന്നെ മറയ്ക്കാൻ അറിയില്ല. ഞാൻ ചോദ്യമായിട്ട് തന്നെ നിൽക്കും. കുട്ടേട്ടൻ്റെ കാര്യത്തിൽ അത് തന്നെയല്ലേ സംഭവിച്ചത്? തീർച്ചയായിട്ടും. എത്ര മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ എഫേർട്ട് എടുത്തു ഈ പ്രായത്തിൽ. കാരണം ഞാൻ ആ പടം നിരസിച്ചു. അദ്ദേഹത്തിൻ്റെ വൈഫ് ക്യാരക്ടർ ഞാനായിരുന്നു ചെയ്യാനിരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പ്രോസ്തറ്റിക് മേക്കപ്പിന് വേണ്ടി 5-6 മണിക്കൂർ ഇരിക്കുക, ഇതും വെച്ചുകൊണ്ട് ലൈറ്റ് നിൽക്കുക, വൈകുന്നേരം 4 മണിക്കൂർ വെച്ച് ഇത് എടുക്കുക,
എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. മുഖം കഴിവിട്ട് ഞാൻ വന്നൊന്ന് അഭിനയിക്കാൻ പറ്റുന്ന റോളാണേ ചെയ്യും. പിന്നെ വല്ല മേക്കപ്പിലും ഇങ്ങനെയൊക്കെ കാണിക്കാം. പറ്റില്ല, ഈ കൈ വരെ ഉള്ളതിനെ ചുരുക്കണം. ഇതിന് എത്ര നേരം നിൽക്കാൻ പറ്റും മേക്കപ്പിന്? ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം അത് ഏറ്റെടുത്ത് ഈ ഒരു പ്രായത്തിൽ ആ മനുഷ്യന് കിട്ടാവുന്ന ഈ ഒരു ഹീറോ റോള്, നെടുനീളം ഇതായിട്ടുള്ള ഏറ്റവും ഉഗ്രം ക്യാരക്ടർ, അങ്ങനെ ഒരു റോള് കിട്ടിയിട്ട് അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ലാതെ ഷാരൂഖ് ഖാൻ അവാർഡ് കിട്ടിയത് അദ്ദേഹം ഇതിന് മുൻപേ എപ്പോഴും അർഹനാവേണ്ട ആളാണ്. തീർച്ചയായും. റാണി മുഖർജി മികച്ച നടിയാണ്. അവർക്ക് കൊടുത്തതിൽ ഒരു പരാതിയുമില്ല. നമ്മൾ പറയുന്നത് അവർക്ക് എല്ലാം നിങ്ങൾ ചെയ്തോളൂ, നീതിപൂർവ്വം പെരുമാറുക, കലയ്ക്കകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ആ ചോദ്യം എക്കാലത്തും ഉണ്ടാവും. അതൊരു കോൺട്രവേഴ്സിയാക്കാനും അതിൽ ഒന്ന് രാഷ്ട്രീയം ഒന്ന് കയറ്റാനും ഒരു ശ്രമം ഉണ്ടായി. അല്ല, അതും അങ്ങനെ വരുമല്ലോ അനിൽ, സ്വാഭാവികമായിട്ടും. ഇപ്പം എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം അനിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായം കൂടെ അനിലിൻ്റെ പെടലിക്ക് വെക്കുന്നതുകൊണ്ട് എനിക്ക് വല്ല നഷ്ടവും ഉണ്ടോ? ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ പെൻഷനാണെന്നോ തരുന്നതെന്ന് ചോദിച്ചത് സർക്കാരിനോട് ചോദിച്ചതുപോലെ വന്നിരിക്കും. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് ജൂറിയോടാ. സീരിയസ്ലി നിങ്ങൾ സൗത്തിൽ നിന്ന് വരുന്ന ആർട്ടിസ്റ്റുകളെ നിങ്ങളൊരു കാര്യം തീരുമാനിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യണ്ട. നീതിപൂർവ്വം പെരുമാറാൻ സാധ്യതകൾ ഒരുപാടുണ്ട്. അതെ, ആ സാധ്യതകൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ്. അത്രേ ചോദിച്ചുള്ളൂ. സുരേഷ് ഏട്ടനോട് പരിഭവം പങ്കുവച്ചു. തീർച്ചയായിട്ടും. പിന്നെ അല്ലാതെ ഞാൻ ചോദിച്ചു. കാരണം അദ്ദേഹം എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരാണ്. അദ്ദേഹം എൻ്റെ സഹനടനായിട്ടിപ്പം സെൻട്രൽ മിനിസ്റ്ററി എത്തിയ ഒരാളെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ തീർച്ചയായിട്ടും ചോദിക്കും. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ ചോദിക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷെ ജൂറിയുടെ തീരുമാനമാണ് അന്തിമം എന്നുള്ളൊരു സംഗതി ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ ചോദ്യങ്ങൾ ചോദിച്ച് വെക്കുക. ഇനിയുള്ളവർക്കും ചോദിക്കാനൊരു സാധ്യത ഉണ്ടാവും. അല്ല, അടുത്ത വർഷം ഒരുപക്ഷെ ഈ രീതിയിൽ ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായി, അതുകൊണ്ട് ജൂറി കുറേ കൂടി അലേർട്ട് ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇല്ല, ആ വർഷവും ഞങ്ങൾ 2-3 കൊല്ലത്തിനും ഇങ്ങനെ ബിജു മേനോനും ഇതിനും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോഴും ഞങ്ങൾ സപ്പോർട്ടിങ്ങാണ് കൊടുത്തത്, അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഉർവശി അവാർഡ് വാങ്ങിച്ചല്ലോ, ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഉർവശി ലീഡ് റോൾ ചെയ്തിട്ട് ഈ റോൾ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് മിണ്ടാതെ പോയല്ലോ, നിങ്ങളെന്താ ചോദിക്കുന്നതെന്ന് ചോദിക്കും. ഇവർ തന്നെ അത് ചെയ്തിട്ട് ഈ കുഞ്ഞിനെ നുള്ളിയിട്ട് തൊട്ടിൽ വാട്ടുന്നൊരു പരിപാടി ഉണ്ടാകും. അതാണ് ആ സമ്പ്രദായം വേണ്ട. ഞാൻ അവാർഡ് ഞാൻ വാങ്ങും. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ജീവനക്കാരിയായിരുന്നു എൻ്റെ അമ്മ. ആകാശവാണിയിലെ അനൗൺസറായിരുന്നു. ആ ശമ്പളത്തിൽ ചോറ് കുറേ ഞാനും ഇട്ടിട്ടില്ലേ. അതിനെ എൻ്റെ അമ്മയൊക്കെ അത്ര റെസ്പെക്റ്റ് ചെയ്യും. അതിനെ ഈ കല എന്ന് പറയുന്നത് ജാതി, മതം, രാഷ്ട്രീയം, വംശീയം ഇതൊന്നുമില്ലാത്ത ഒന്നാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സിനിമയിൽ നിൽക്കുന്നത് കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ. പിന്നെ ജൂറിക്ക് രാഷ്ട്രീയം ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. അത് നമ്മുടെ വിഷയമല്ല, നോക്കാൻ പറ്റില്ലല്ലോ, ഒന്നും പറ്റില്ല. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അവരവരുടേതായിട്ട് ചില രാഷ്ട്രീയം. പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അതാത് രീതിയിൽ കഴിവുള്ളവരെ ഏൽപ്പിക്കുന്നത് അവർ നിഷ്പക്ഷമായി പരമായിട്ട് പെരുമാറും എന്ന് വിശ്വസിച്ചിട്ടാണ്. അപ്പം അവരോടാണ് നമ്മൾ ചോദിച്ചത്. ഇനിയും ചോദിക്കും, കാരണം അവരൊക്കെ ഇനിയും ഞാൻ മീറ്റ് ചെയ്യുമായിരിക്കും. അപ്പം അശുതോഷ് ഗൗരിക്കർ എന്ന് പറഞ്ഞാൽ നല്ല ഡയറക്ടറാണ് അദ്ദേഹം. അതുപോലെ ഒരുപാട് ജൂറി മെമ്പേഴ്സ് ഇവിടുന്ന് വരുന്നുണ്ട്. അപ്പം കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന രീതിയിൽ നിന്നും മാറി സ്വന്തം താല്പര്യപ്രകാരം കൊടുക്കുന്നത് എന്ത് പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ നിർണ്ണയിക്കാൻ അവർക്ക് അവകാശമില്ലല്ലോ. എല്ലാ കാര്യത്തിലും ഒരു പ്രോട്ടോക്കോളില്ലേ? തീർച്ചയായും. അതേ ചോദിച്ചോളൂ. ആ ചോദ്യം ഞാൻ അങ്ങനെ അല്ല ചോദിച്ചതെന്ന് ഞാൻ പറയുകയില്ല, അങ്ങനെ തന്നെയാണ് ചോദിച്ചത്. ഇനിയും ചോദിക്കും. എന്തായാലും ഇനി ഇതിലും വലിയ പുരസ്കാരങ്ങൾ ചേച്ചിയെ കാത്തിരിക്കുന്നുണ്ട്. അത് ആ സമയമാകുമ്പോൾ ഈ കരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ പ്രതിഭയ്ക്കുള്ള അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല. 100%. അത് ചേച്ചിയെ മുമ്പിലിരുത്തി ഇങ്ങനെ സ്തുതി പാടുകയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന കാര്യം പറയുകയാണ്. പുരസ്കാരങ്ങൾ കിട്ടട്ടെ. അപ്പോൾ നോക്കൂ, അഭിനയം മാത്രമല്ല, എഴുതിയല്ലോ അല്ലേ? പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് പിന്നെ സിനിമ നിർമ്മിച്ചു. പിന്നെ സംവിധായക ആവാനുള്ള താല്പര്യമല്ലോ ഉണ്ടോ? എന്തോ എനിക്ക് ഇഷ്ടമല്ല. അതൊരു വലിയ പുലിവാലി, പണ്ടത്തെ പോലെയല്ല. ഇപ്പം ഇതിപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന് പടം തീരുന്ന പോലെ തിയേറ്റർ വിസിറ്റും അതും ഇതും. നമ്മൾ
ഷൂട്ടിംഗ് കഴിഞ്ഞ് നമുക്ക് നേരെ അഭിനയമാണെങ്കിൽ നേരെ നമ്മുടെ റൂമിൽ വന്നാൽ മതി. ഇത് പിന്നെ പോയിരുന്ന് പിറ്റേന്നത്തെ ഷൂട്ടിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് മടിച്ചു കാണും ആണ്. ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വരാൻ സ്ത്രീകൾ മടിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കഴിവുള്ളവരുണ്ട്. ഇപ്പം നോക്കൂ, ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പക്ഷേ അവർക്ക് ഒരു വെന്യൂ കിട്ടുന്നില്ല. അഥവാ ഒരു വെന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ചൂഷണം ചെയ്യപ്പെടുമോ എന്നുള്ള ആശങ്ക. ഇതെല്ലാം പരിഹരിക്കാനുള്ള അല്ലേ ഒരു സംവിധാനം ഉണ്ടാവേണ്ടതല്ലേ? സ്ത്രീകൾക്കുള്ളിൽ ആദ്യം ഒരു ഐക്യം വരണം. അതില്ല. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ. അവിടെ തന്നെ ഒരു വിഭജനമായിട്ട് കുറച്ച് പേര് ഇങ്ങനെയും കുറച്ച് പേര് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരരുത്. ഒന്നിച്ച് നമ്മൾ നേരിടേണ്ട ഒരു പ്രശ്നം വരുമ്പോൾ ബാക്കി എന്തുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് നേരിടണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം സ്ത്രീക്കുള്ളിൽ വന്നെങ്കിൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ തന്നെ എത്ര പേരാണ് താത്കാലികമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി വെറുതെ നുണ പറയുന്ന എത്ര പേരുണ്ടാവും? ഒരു മെമ്പർഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ സിനിമയിൽ ചില വേഷങ്ങൾ പ്രതീക്ഷിച്ച് കിട്ടാതെ വരുമ്പോൾ പറയുന്ന ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം 100% സത്യമാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ വിളിക്കുന്നില്ല, സൂപ്പർ സ്റ്റാർ. മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറിൻ്റെ ഭാവി പരിപാടി എന്തൊക്കെയാണ്? അഭിനയിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും അതാണ് ജോലി. അത് മാത്രമേ ഇപ്പോൾ അറിയൂ, വേറെ ഒന്നും അറിയത്തില്ല. ഇടയ്ക്കൊരു ഇടവേള എടുത്ത സമയത്ത് അതെ, ഇവിടെ ഒന്നും നമുക്ക് നമുക്കൊക്കെ വലിയ വിഷമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയാവോ? ഒരേ ചുവട് പിടിച്ച കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നു എന്ന് തോന്നിയാൽ ഞാൻ പതുക്കെ അങ്ങ് വലിയും. കാരണം മൊണോട്ടണസ് ആയിട്ടില്ല. മൊണോട്ടണസ് മറ്റുള്ളവർ മടുപ്പിക്കരുത് ആരെ. അത് കുറച്ച് കാലമായിട്ട് അങ്ങനെയാണ്. മറ്റ് ഭാഷകളിൽ നമ്മൾ പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ്, നമ്മൾ അധികം ഡിമാൻഡ് ചെയ്യാറില്ല. ഡിമാൻഡ് ചെയ്യുന്നത് പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിലായിരിക്കും. ബാക്കിയുള്ളത് അവരുടെ ഒരു രീതിയും ട്രെൻഡും അനുസരിച്ച് അവരെടുക്കുന്നു, അത്രയേ ഉള്ളൂ. എന്തായാലും യുവതലമുറയിൽ വലിയ പ്രതീക്ഷയുണ്ട് അല്ലേ? തീർച്ചയായും ടാലന്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരുടെ വിശപ്പിനനുസരിച്ച് കൊടുക്കാനുള്ള ഭക്ഷണം ഉണ്ടോ ഇവിടെ എന്നുള്ളിടത്താണ് പ്രശ്നം. അത്രയും നല്ല ക്യാരക്ടേഴ്സും കാര്യങ്ങളും കുറേ കൂടെ പിന്നെ അവരും ചിട്ടയാവേണ്ടിയിരിക്കുന്നു. നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു സംഗതികളൊക്കെ. പക്ഷെ നല്ല കഴിവുള്ളവരാണ് എല്ലാവരും. പെൺകുട്ടികളിൽ തന്നെ എത്ര പേരാണ് നല്ല നല്ല ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നവർ. ഞാനൊക്കെ വന്നതുപോലെ സഭാകമ്പോ അങ്ങനെയൊന്നും ഉള്ളവരല്ല. അവരെല്ലാം സ്വന്തമായിട്ട് അഭിനയിച്ച് ഫോണിലൊക്കെ എടുത്ത് അയക്കാനൊക്കെ എൻ്റെ മോളടക്കമുള്ളവർ പറയുക. അതിനൊക്കെ നല്ല മിടുക്കുക, എല്ലാവരും മിടുക്കരാ. ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടണം. കുഞ്ഞാറ്റയ്ക്ക് അമ്മയുടെ ടാലൻറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യരുത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപക്ഷെ എന്നേക്കാൾ നന്നായിട്ട് അവൾ ചെയ്തെന്നിരിക്കാം. പക്ഷെ എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ പ്രതീക്ഷ ആരും കൊടുക്കാതിരുന്നാൽ മതി. വർക്ക് ചെയ്യട്ടെ, പിള്ളേരല്ലേ, അവർ വർക്ക് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു സുദിനത്തിൽ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയത് വലിയ സന്തോഷം. ഇനിയും കൂടുതൽ പുരസ്കാരങ്ങൾ വരട്ടെ, ആ കൈകളിൽ വരുന്നുള്ള 100% വിശ്വാസം എനിക്കുണ്ട്. പുതിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളും ചേച്ചിയെ തേടി എത്തട്ടെ. ഓണാശംസകൾ. നമസ്കാരം എല്ലാവർക്കും, ജനം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.